പുറത്തിറങ്ങിയതോടെ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് തൊടുപുഴയ്ക്ക് സമീപത്തെ ജോർജ് കുട്ടിയുടെ വീട്. ഒരു വ്യാഴവട്ടത്തിനും ഇപ്പുറം ഇന്ത്യൻ സിനിമയെ ത്രസിപ്പിച്ച കഥയിലെ കേന്ദ്രബിന്ദുവായ വീട് ഇന്ന് സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ഒരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ സിനിമയെ അത്ഭുതപ്പെടുത്തിയ ദൃശ്യപ്രപഞ്ചത്തിന്റെ ഹൃദയഭാഗമാണിത്. ദൃശ്യത്തിന്റെ 3 ഭാഗങ്ങളിലും ജോർജ് കുട്ടിയുടെ വീടായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് മടത്തിൽ പറമ്പിൽ MK ജോസഫിന്റെ വീടായിരുന്നു. 3ാം ഭാഗവും തിയേറ്ററിൽ തകർത്തു മുന്നേറുമ്പോൾ ഈ വീടും പറമ്പും ആ ചർച്ചകളുടെ ഭാഗമാവുകയാണ്. ഷൂട്ട് കഴിഞ്ഞൊരു 5 മണിയോടുകൂടി പോകുമ്പോൾ കണ്ടമാനം ആള് താഴെ റോട്ടിൽ നോക്കി നിൽക്കുമായിരുന്നു. അദ്ദേഹം എല്ലാവരെയും വിഷ് ചെയ്തങ്ങ് പോവുകയും ചെയ്തു. കാശുകാരനായിട്ടാണ് 3ാം തവണ വന്നത്. അപ്പോൾ അതനുസരിച്ച് വീടിന് അവരുടേതായ പ്ലാനിൻ്റെ മോഡിഫിക്കേഷൻ നടത്തി. ഈ തൂണെല്ലാം ടൈൽ ചെയ്തു, ഫ്രെയിം ഉണ്ടാക്കി, കരയൊക്കെ ഒന്നോടെ പൂശി, മതിലെ ഗേറ്റ് എല്ലാം ഭംഗിയാക്കി. നമുക്ക് ഈ പൂശി ഇഷ്ടമല്ലെങ്കിൽ അവർ മാറ്റിത്തരും, ഒരു കുഴപ്പമില്ലാതെ. അവരെല്ലാ കാര്യത്തിലും ഡീസൻ്റാണ്. വരുൺ പ്രഭാകരന്റെ കൊലപാതകവും അത് മറച്ചുവെക്കാൻ ജോർജ് കുട്ടി എന്ന ക്ലാസിക് ക്രിമിനൽ നടത്തുന്ന ആസൂത്രണങ്ങളും ഒക്കെ നടന്നത് ഈ വീടിനുള്ളിൽ വെച്ചാണ്. ഷൂട്ടിംഗ് നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും സിനിമാ പ്രേമികൾ വീട്ടിലെത്താറുണ്ടെന്നാണ് ജോസഫ് പറയുന്നത്. അവർക്കൊക്കെയും സ്വാഗതം അരുളുകയാണ് ഈ കർഷകൻ. ഒത്തിരി ആൾക്കാർ വന്ന് പോകുന്നുണ്ട്, ആ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ ഷൂട്ട് നടന്ന പ്രധാനപ്പെട്ട സ്ഥലത്ത് സംഭവവാസങ്ങളൊക്കെ അവർക്ക് ചോദിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. ഈ വീട് മാത്രമല്ല, തൊടുപുഴയുടെ സ്പന്ദനങ്ങൾക്കൊക്കെയും ഇന്ന് ദൃശ്യത്തിന്റെ സ്മരണ കൂട്ടുണ്ട്. ആ ദൃശ്യാനുഭൂതിയും ഇന്ന് തൊടുപുഴയുടെ പ്രധാന ആകർഷണമാണ്.